കഴിഞ്ഞ ദിവസം ദില്ലിയിലെ AI അന്താരാഷ്ട്ര സമ്മേളനം നടക്കുന്ന വേദിയിലേക്ക് യൂത്ത് കോൺഗ്രസുകാർ തള്ളിക്കയറുകയും ഷർട്ട് ഊരി പ്രതിഷേധിക്കുകയും ചെയ്തു. US വ്യാപാര കരാറിനെതിരെ ആയിരുന്നു ലോക നേതാക്കൾ പങ്കെടുക്കുന്ന സമ്മേളന നഗരിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ നാടകം. ഇപ്പോൾ അതിന് വമ്പൻ തിരിച്ചടി നൽകിക്കൊണ്ട് ദില്ലിയിൽ BJPയുടെ പടുകൂറ്റൻ പ്രതിഷേധം. AICC ആസ്ഥാനത്തേക്ക് ഒരുപറ്റം പ്രവർത്തകർ ഇരച്ചെത്തിയപ്പോൾ മറ്റൊരു വലിയ വിഭാഗം രാഹുൽ ഗാന്ധിയുടെ വസതി വളയുകയും രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിക്കുകയും ചെയ്തു. അന്തർദേശീയ തലത്തിൽ തന്നെ ഇന്ത്യയെ നാണം കെടുത്താനൊരു ശ്രമമായിരുന്നു യൂത്ത് കോൺഗ്രസും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ടീമുകളും ശ്രമിച്ചത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് വലിയ പ്രതിഷേധം. പോലീസ് രാവിലെ മുതൽ തന്നെ കെട്ടി ഉയർത്തിയ ബാരിക്കേഡുകൾ തള്ളി മറികടന്നുകൊണ്ട് നൂറുകണക്കിന് പ്രവർത്തകർ AICC ആസ്ഥാനത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. അവർ വിളിച്ച മുദ്രാവാക്യം രാഹുൽ ഗാന്ധി ഇന്ത്യയെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ്. കാരണം സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ അന്താരാഷ്ട്ര സമ്മേളനങ്ങൾ, അതായത് വിവിധ രാജ്യങ്ങളുടെ തലവന്മാരോ ഇല്ലെങ്കിൽ അവിടുത്തെ ഡെലിഗേറ്റ്സുകളോ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഇത്തരം ഈ പ്രതിഷേധങ്ങളോ മറ്റോ സംഘടിപ്പിക്കാറില്ല. സാധാരണ ഇത്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നത് രാജ്യവിരുദ്ധ സംഘടനകളും നക്സലുകളും മറ്റുമാണ്. ഇവിടെയാണ് യൂത്ത് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതിന് പ്രതിഷേധവുമായിട്ടാണ് BJP രംഗത്തെത്തിയിരിക്കുന്നത്. ദില്ലിയിൽ രാഹുൽ ഗാന്ധിയുടെ വസതി വളയുകയും കോലം കത്തിക്കുകയും ചെയ്തു. AICC ആസ്ഥാനത്തേക്ക് പോയ പ്രവർത്തകർ നൽകിയത് ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. ഇനിയും ഇത്തരത്തിലുള്ള നാടകങ്ങൾ നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോയാൽ ശക്തമായി തന്നെ തിരിച്ചടിക്കും. കാരണം ഈ രാജ്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് വലുത്. രാജ്യത്തെ നാണം കെടുത്താൻ അനുവദിക്കില്ല. ഇത് വിവിധ ഇടങ്ങളിൽ നിന്നും ഫണ്ട് വാങ്ങി രാഹുൽ ഗാന്ധി കുട്ടരും നടത്തുന്ന നാടകമാണ് എന്നൊക്കെ ആരോപിച്ചുകൊണ്ടായിരുന്നു വലിയ പങ്കാളിത്തം, യുവമോർച്ചയുടെ ഒക്കെ വലിയ പങ്കാളിത്തം ഈ രാഹുൽ ഗാന്ധിയുടെ വസതിക്ക് സമീപം നടന്ന പ്രതിഷേധത്തിൽ ഉണ്ടായിരുന്നു. AICCയുടെ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധത്തിലും ഉണ്ടായിരുന്നു. നൂറുകണക്കിന് പ്രവർത്തകരാണ് എത്തിയത്. ഇത് പൊടുന്നനെ ആയിരുന്നു ഈ പ്രതിഷേധം എന്നുള്ളതാണ്. നേരത്തെ തന്നെ അനൗൺസ് ചെയ്തിരുന്നില്ല. കാരണം യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധവും നേരത്തെ അനൗൺസ് ചെയ്ത് നടത്തിയതായിരുന്നില്ല. അവർ കുറച്ചുപേർ 10ഓളം പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ വേദിയിലേക്ക് എത്തുകയും അവിടെ അവർ ഷർട്ട് ഊരി വീശിക്കൊണ്ട് പ്രതിഷേധിക്കുകയുമായിരുന്നു. അതിന് സമാനമായ രീതിയിൽ നൂറുകണക്കിന് പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വസതിക്കും AICC ആസ്ഥാനത്തിന് നേർക്കാണ് BJPയുടെ പ്രതിഷേധം നടന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.